നമസ്കാരം ശശി സാർ. നമസ്കാരം. കെ ശൈലജ ഒരു ഘട്ടത്തിൽ ഒതുക്കപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ ഒരു സൂചനകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള കെ ശൈലജയുടെ കടന്നുവരവ് എന്താണ് ആ മാറ്റത്തിന് കാരണം? അതിനകത്ത് അതൊരു ഈ പറയുന്ന ഒതുക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആക്ഷേപമാണ് ലക്ഷ്മി. എന്നത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞത്. കെ ശൈലജയെ അവരെ മന്ത്രിയാക്കുന്നു, അതിനുശേഷം മത്സരിപ്പിക്കുന്നു. 2 ടേൺ മത്സരിക്കുന്നവർ മാറി നിൽക്കണമെന്ന് വരുമ്പോൾ ഈ പ്രാവശ്യം കൂടെ അവരുടെ കാലാവധി കഴിയുക, 2 ടേൺ അടുപ്പിച്ച് വരുക, നേരത്തെയുള്ള തീരുമാനം അനുസരിച്ചാണ്. അപ്പൊ അവരെ പാർട്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് അവർക്ക് സ്പേസ് കൊടുക്കാനാണ് നോക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവരെ ഒതുക്കാനാണെങ്കിൽ അവർക്ക് ആ ലോക്സഭയിലേക്ക് ആ സ്പേസ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ 2 പ്രാവശ്യം മത്സരിച്ച് മാറി നിന്നോട്ടെ. നേതാവ് അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ പ്രവർത്തിക്കട്ടെ. അവരുടെ ഒരു വനിതാ നേതാവാണല്ലോ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന DC ഘടകമുണ്ട്, അല്ലെങ്കിൽ വനിതാ നേതാവ് എന്നുള്ള രീതിയിൽ അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അതൊക്കെ ചുമ്മാതെ ഈ പറയുന്ന. അപ്പം ഈ അവരെ ഒതുക്കാനാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭയിൽ ലോക്സഭയിൽ തോൽക്കുകയോ ജയിക്കുക എന്നുള്ളതല്ലല്ലോ. ലോക്സഭയിലെ ആ സീറ്റ് വളരെ കൂടുതലായിട്ട് CPM-ന് സാധ്യതയുള്ള സീറ്റുമാണ്. അപ്പം അവർക്ക് ഭയങ്കര ഇമേജും ഉണ്ട്, അവർക്ക് ജയിച്ചു വരാം. പിന്നെ അവര് ഭാഗ്യവശാൽ ജയിച്ചില്ല. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ഘടകമാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിട്ടെല്ലാം തീരുമാനിക്കുന്നത്. ഈ CPM പോലുള്ള പാർട്ടിക്കകത്ത് CPM സെക്രട്ടേറിയറ്റ് ആ പാർട്ടിയുടെ മന്ത്രിസഭ ഉണ്ടെങ്കിൽ ആ മന്ത്രിസഭ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കണം. അതായത് വലിയൊരു ഘടകമാണ്. ആ ഘടകത്തിൽ അവരെ ആക്കിയില്ല. അപ്പൊ അവരെ ഒതുക്കിയെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അപ്പം അവർക്ക് കൃത്യമായിട്ട് ഇപ്പം കെ ശൈലജ വരാൻ കാരണം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ അതിനകത്തിരുന്ന ഈ ശ്രീമതി ടീച്ചറും പ്രായമായി അവരെ ഒഴിവാക്കിയപ്പോൾ സ്ത്രീകളുടെ ഒരു ഒഴിവുണ്ട്. വേണമെങ്കിൽ ആ ഒഴിവ് സ്ത്രീക്ക് കൊടുക്കാതിരിക്കാം. പിന്നെ ചർച്ചയാകേണ്ടത് കെ ശൈലജയ്ക്ക് കൃത്യമായ പോസ്റ്റ് വന്നു. ഇപ്പം അടുത്ത പ്രാവശ്യം ഈ പറയുന്നത് പോലെ 2 വട്ടം മത്സരിച്ചവർ മാറിയിരിക്കണമെന്ന് കെ ശൈലജയ്ക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. അപ്പം മാറിയിരുന്നാലും കുഴപ്പമില്ല. ശൈലജ ടീച്ചർ കൃത്യമായ ഒരു പാർട്ടി ഘടകത്തിനകത്താണല്ലോ വരുന്നത്. അവർ തീരുമാനിക്കുന്ന പോലെ കാര്യം. വേണമെങ്കിൽ അവരുടെ ഘടകത്തിനകത്ത് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ തീരുമാനം മാറ്റിക്കൂടെ? ആ സെക്രട്ടേറിയറ്റ് ആണല്ലോ ആ തീരുമാനം മാറ്റുന്നത്. മാത്രമല്ല ഈ ഒരു തീരുമാനം പാർട്ടിക്ക് വലിയൊരു ഗുണം ചെയ്യുന്ന തീരുമാനമാണ്. കെ ശൈലജ എന്ന് പറയുന്ന ഒരു വളരെ ഇമേജ് ഉള്ള ഒരു സ്ത്രീയായിട്ടാണ് ഇപ്പൊ CPM-നകത്ത് ഇരിക്കുന്നത്. കാരണം അവരെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതിന്, അത് ഞാൻ പറയുന്ന മന്ത്രിയായിരുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പോസ്റ്റ് കൊടുത്തപ്പോൾ വളരെ കൃത്യമായിട്ട് ആ പോസ്റ്റിനകത്തിരുന്നു കൊണ്ട് ജനത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി ഇവരെക്കാട്ടിൽ പല കാര്യത്തിനകത്തും അറിവും പ്രാഗൽഭ്യം ഒക്കെ ഉള്ളതാണെങ്കിൽ പോലും വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുടെ കാര്യം ലക്ഷ്മി ഇപ്പൊ പലരോടും ചോദിച്ചു നോക്കും, പറയും അഹങ്കാരിയാ, കൊള്ളത്തില്ല, മനല്ല. പക്ഷെ ഇവരെക്കാട്ടി കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ കെ ശൈലജ ടീച്ചർ ഇരുന്നപ്പോ എങ്ങനെയായിരുന്നു? അവരിരുന്ന സമയത്ത് അവർക്ക് അപ്പൊ കോവിഡ് വന്നു, ആ സമയത്ത് ജനത്തിന്റെ കൂടെ നിൽക്കുന്നു. അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന മഹാമാരികളൊക്കെ വന്നപ്പോഴും ജനത്തിന്റെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ജനത്തിന്റെ അഭിപ്രായം കേൾക്കുന്നു. ആ രീതിയിലേക്ക് ജനത്തിന്റെ ഇടയ്ക്കുണ്ടായിരുന്ന ഒരു നല്ല നേതാവായിട്ട്, ഒരു വനിതാ മന്ത്രിയായിട്ട് ഇമേജ് വന്നിട്ട് പല ഘട്ടങ്ങളിലും CPM-ന്റെ പല നേതാക്കന്മാർക്കും ഈ പറയുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ആക്ഷേപം കേൾക്കേണ്ടി വന്നപ്പോഴും, അല്ലെങ്കിൽ CPM-ന് ഇനി രക്ഷപ്പെടുവാൻ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ അറിവ് വെച്ച് അവരുടെ താല്പര്യങ്ങൾ വെച്ച് പറയുന്ന ഒരു പേരായിട്ടും ഒക്കെ കെ ശൈലജ വന്നു. കെ ശൈലജയെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ തിരഞ്ഞെടുപ്പ് വരെ ജനങ്ങൾ നടത്തിയായിരുന്നല്ലോ. ആക്ഷേപം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ആവാൻ പോലും ജനത്തിനിടയ്ക്ക് വന്ന് ആര് വേണം CPM-ന്റെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ നേതാവായിട്ട് കെ ശൈലജ വന്നു. അപ്പം അതുകൊണ്ട് തന്നെ പിണറായിസമാണ് നാളെ കെ ശൈലജ വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്, മറ്റേതാ മറിച്ചുകൊണ്ട് അവരെ അതുകൊണ്ട് ഒതുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപം. അത് മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ്. ഈ മാധ്യമങ്ങളുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം കേരളത്തിൽ നിന്ന് ഒരു മാധ്യമ അജണ്ട നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. CPM-ന് വലിയ സ്നേഹമാണ്. മനോരമയാണല്ലോ ഈ കോൺഗ്രസിന്റെ ഒരു പത്രം. ഇപ്പൊ CPM-ന്റെ പല നേതാക്കന്മാർ CPM ശരിയോ തെറ്റോ എന്നുള്ള കാര്യമൊക്കെ ജനം വിലയിരുത്തട്ടെ. എപ്പോഴും CPM-നകത്ത് നയനാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പാർട്ടി കുഴപ്പമാ, നയനാരും കുഴപ്പമാ, VS ആശേരി. അത് കഴിഞ്ഞിട്ട് VS-ന്റെ ഒരു കാലം വന്നപ്പോൾ, അല്ലെങ്കിൽ പിണറായിയുടെ ഒരു കാലം പാർട്ടി സംവിധാനത്തിനകത്ത് വന്നപ്പോൾ അവർ പാർട്ടി സംവിധാനം മൊത്തം കുഴപ്പം, VS ആണ് ശരി. അതായത് ഈ രീതിയിലേക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണ വരുന്നത് പാർട്ടി എല്ലാം കുഴപ്പമാ, അപ്പൊ പാർട്ടിക്കകത്ത് തിരുത്തലുള്ള ഒരാൾ ഇന്നാളെ ഉള്ളെന്ന് പറഞ്ഞത് അങ്ങനെ രീതിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഈ പറയുന്ന ജനങ്ങൾക്കിടയ്ക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു നേതാവ്, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ടിരിക്കുന്ന അവരുടെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ പാർട്ടിക്ക് ഇട്ടൊരു അടി കൊടുക്കാൻ ഈ പറയുന്ന കെ ശൈലജയെ നന്നാക്കാനല്ല, കെ ശൈലജയെ ഈ രീതിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് വന്നാൽ എന്ത് ചെയ്യും? CPM എന്ത് ചെയ്യും?
CPM ആ രീതിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ അവരെ കൈകാര്യം ചെയ്ത് കളയും. അല്ലെങ്കിൽ അതിനകത്ത് ഇരിക്കുന്ന ഈ നേതാക്കൾ എല്ലാവർക്കും പാർട്ടി സംവിധാനവും താല്പര്യവും അല്ലെങ്കിൽ പാർട്ടി നിയമവും ഒക്കെ എന്ന് പറയുമ്പോൾ വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് EP ജയരാജൻ ഇപ്പൊ ഇതിനകത്ത് പ്രായത്തിന്റെ ഒന്നും പ്രശ്നമില്ലാതെ ഇപ്പൊ ഈ കമ്മിറ്റിക്കകത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ അപ്പൊ ഇപ്പം ഈ പറയുന്ന മനോരമയും അല്ലെങ്കിൽ ഈ പറയുന്ന CPM വിരുദ്ധ മാധ്യമങ്ങളും CPM-നകത്ത് നിൽക്കുന്ന കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്ന നേതാവായിട്ട് KK ശൈലജ ഉപയോഗിച്ചു. അതായത് KK ശൈലജയോട് പ്രത്യേക താല്പര്യം സാധാരണ ജനങ്ങൾക്കിടയിൽ കാണുമായിരിക്കും KK ശൈലജയോട് താല്പര്യം. അവര് വരട്ടെ, നല്ല നേതാവാണെന്നുള്ള രീതിയിൽ. അപ്പം ഈ KK ശൈലജ ഇപ്പൊ റാഷിറാ സ്പീക്കിംഗ് ആണെന്ന് തോന്നുന്നു ലക്ഷ്മി ചോദിച്ചു. അങ്ങനെ സിനിമയ്ക്കകത്ത് ഒരു നാടക നടിയെ തിരക്കി നടക്കുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു നടക്കത്തില്ലേ, അയ്യോ ഗഫൂറിനെ സിനിമയിലെടുത്തെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തമാശ പറയത്തില്ല. അതുപോലെ ഇപ്പൊ KK ശൈലജയെ സിനിമയിലെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരാം. മാത്രമല്ല കളിയാക്കി പറയുന്നത് പോലെ പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഘടകം അല്ലെങ്കിൽ വലിയൊരു ഘടകം നാളെ കാലത്തെ ഈ പറയുന്ന പിണറായിയുടെ കാലം കഴിഞ്ഞാൽ CPM ഒരു വനിതാ മുഖ്യമന്ത്രിയെ ആലോചിക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ട പേരായിട്ട് ഈ പറയുന്ന KK ശൈലജയുടെ പേര് വരുന്ന രീതിയിലേക്കുള്ള ഒരു പോസ്റ്റിലേക്ക് CPM അവർക്ക് എൻട്രി കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. നാളെ കാലത്ത് ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ CPM തുടർച്ചയായിട്ട് 3 പ്രാവശ്യം അധികാരത്തിൽ വന്നു, 4ാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു ഇമേജ് മാറ്റം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതിനകത്ത് ഇരിക്കുന്നതിനെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന കോൺഗ്രസിനകത്ത് MA ബേബി, ഈ പറയുന്ന മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ബിന്ദു ടീച്ചറുടെ ഭർത്താവ്, പുള്ളിയും അല്ലെങ്കിൽ ഈ പറയുന്ന സെക്രട്ടറി എല്ലാം കൂടെ അടി വരുമ്പോൾ ഒരു 3 മന്ത്രിമാർ വരുമ്പോൾ മാറ്റിയൊരു തീരുമാനം ആരും അറിയാതെ ഒരു ഇമേജ് ആവും. ഇതുവരെ CPM വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അപ്പൊ KK ശൈലജ തീരുമാനം. അപ്പൊ ഏത് രീതിയിലായാലും ഇനിയും ആ രീതിയിലുള്ള പോസ്റ്റുകളിലേക്ക് വരുന്ന തീരുമാനം എടുക്കുന്ന ഘടകത്തിൽ ഇരിക്കുന്ന ആളായിട്ട് KK ശൈലജ മാറിയിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാർക്കിടയിൽ ഇനി ആ ഒരു പ്രചരണം വേണ്ട. പാർട്ടി KK ശൈലജയെ ഒതുക്കി എന്ന് പറയേണ്ട. പാർട്ടി KK ശൈലജയ്ക്ക് ഇതുവരെ അതിനകത്ത് നിന്ന് പാർട്ടിക്കകത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ അവർക്ക് അർഹമായ പ്രാതിനിധ്യം എന്നും കൊടുത്തിട്ടുണ്ട്. അവർ വനിത എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് MLA ആയിട്ട് വന്നപ്പോൾ അന്ന് പിണറായി വിജയന്റെ സർക്കാരിനകത്ത് അവർക്ക് ഏറ്റവും വലിയൊരു പോസ്റ്റ് ആണ് കൊടുത്തത്. ഈ പറഞ്ഞ പോലെ മന്ത്രിയാക്കുന്നതിന്റെ കൂടെ ആരോഗ്യമന്ത്രിയാക്കി. അതിനകത്ത് ഒരു ആക്ഷേപം ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമതവരെ മത്സരിപ്പിക്കുന്ന ഒരു അവസ്ഥ, രണ്ടാമതവരെ മാറ്റി നിർത്തണ്ട, അവരെ തന്നെ മന്ത്രിയായിട്ട് തുടരണമെന്ന് പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരെയും ഒരു പെട്ടെന്ന് ഇരുന്ന ആൾക്കാരെ മാറ്റി പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ കാരണത്താലായിരിക്കും അവരെ മാറ്റി നിർത്തുക, അതല്ല ഇവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഒരു കാരണം കണ്ടുപിടിച്ചതാണെന്ന് മാധ്യമങ്ങൾ ആക്ഷേപിച്ചു. അതിനുശേഷവും ഈ പറഞ്ഞ 2 കൊല്ലം കഴിഞ്ഞ് ജനപ്രതിനിധി ആവാൻ അല്ലെങ്കിൽ അവർക്കൊരു ശൂന്യത അനുഭവിക്കേണ്ടെന്ന് വെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പാർട്ടിയുടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഇമേജ് ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവിടെ കെ മുരളീധരനെ പോലെയുള്ള ഒരാളെ മത്സരിച്ച് തോൽപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല അവിടെ TP ചന്ദ്രശേഖരന്റെ വിഷയം എടുത്തുകൊണ്ട് വന്നാൽ KK ശൈലജയെ പോലെയുള്ള ഒരു സഖാവുമ്പോൾ അതിനെ മറികടക്കാൻ സാധിക്കും. അവിടെ അതുപോലെ പാർട്ടി സംവിധാനം ഏറ്റവും കൂടുതലുണ്ട്. അതിനകത്ത് KK ശൈലജയ്ക്ക് അവിടെ ജയിക്കാൻ സാധിക്കും. അപ്പൊ അവരവിടെ ജയിച്ചില്ല. അതിനകത്ത് അപ്പം വീണ്ടും അവർക്ക് ശൂന്യത വരാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നതിനോ ഉള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഇപ്പൊ സെക്രട്ടേറിയറ്റ് എടുക്കേണ്ട കാര്യങ്ങൾ അവരെ സെക്രട്ടേറിയറ്റിൽ എടുത്തു. അവർക്ക് കൃത്യമായ പാർട്ടിയുടെ ഏറ്റവും വലിയ ബോഡിയായിട്ടുള്ള സെക്രട്ടേറിയറ്റിൽ അവർ വന്നിരിക്കുന്നു. ഇനിയും നാളെ കാലത്തെ തീരുമാനങ്ങൾ എല്ലാം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊല്ലത്തിനകത്തുള്ള തീരുമാനം എടുക്കുന്നതിനകത്ത് KK ശൈലജയുടെ വളരെ കൃത്യമായ പങ്കുണ്ടാവും. അതിനുശേഷം അധികാരത്തിൽ വരികയാണെങ്കിൽ ആ മന്ത്രിസഭയിലും അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടിയുടെ എല്ലാ തീരുമാനത്തിനകത്തും അവരുടെ പങ്കുണ്ടാവും. അധികാരത്തിൽ വന്നില്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള രീതിയിൽ പാർട്ടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് നാളെ കാലത്ത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആകുന്നതിനും ഒക്കെ സാധ്യത ഏറ്റവും കൂട്ടിയ ഒരു തീരുമാനമാണ് KK ശൈലജയുടെ തീരുമാനം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തീരുമാനമാണ്. KK ശൈലജ ഒരു ജനങ്ങളുടെ ഇടയിൽ മുഖമുള്ള ഒരു നേതാവാണ്. ഏതായാലും ഒരു നല്ല തീരുമാനം എന്ന് നമ്മൾക്കും തോന്നുന്നു. നമ്മൾക്കും ആ അഭിപ്രായമാണ്, എനിക്കും അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.